ഓക്കെ, ഞാൻ പറയാൻ നല്ലോണം കേൾക്കുന്നുണ്ടോ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ചെയ്യുന്ന സമ്പ്രദായങ്ങളും ഇവിടെ ചെയ്യുന്ന ചികിത്സാ രീതിയെ പറ്റിയും നിങ്ങളുടെ കുറച്ച് മരുന്ന് തന്ന് കച്ചവടം നടത്തുന്ന ഭാവനയെ കൂടെ എന്നെ കാണരുത്. കുറച്ച് മരുന്ന് മേടിച്ചുകൊണ്ട് പോകാനാണ് നിങ്ങൾ വന്നേക്കുന്നത്. അത് കാശ് കൊടുത്ത് അയക്ക് വേറെ എന്താ ജോലി, അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാനും അതേ രീതി ജീവിക്കാനും പറ്റുമെങ്കിൽ മാത്രമേ ഇതിന്റെ കൂടെ പോയിട്ട് കാര്യമുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ആത്മാർത്ഥം 100% എന്റെ മനസ്സിന്റെ ആത്മാർത്ഥത്തോടെ ആയിരിക്കും ചെയ്യുന്നത്. അതൊരു കച്ചവടത്തിലല്ല. എന്നാൽ എനിക്ക് ജീവിക്കാൻ വേണ്ടി വല്ലതും വേണം, അതിനുള്ള സംഗതി ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെ ഇതൊരു കച്ചവടമായിട്ട് കൂട്ടരുത്. നമ്മുടെ ഓഫീസിൽ രണ്ടാമത്, ഇപ്പൊ നമ്മുടെ അന്ധമായ കുറെ തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോ ഈ സാറ് നിങ്ങൾ 5 മിനിറ്റ് സംസാരിക്കും, അത് നിങ്ങൾ കേൾക്കുക. ക്യാൻസറിനെ പറ്റി എന്താണ് സാറിന്റെ കാഴ്ചപ്പാട്? സാർ വന്നേക്കുന്ന എവിടെയാണ് സാർ സ്വന്തം പരിചയപ്പെടുത്തിയാലും ഒരു 5 മിനിറ്റ് സാറെന്ന് പറയുന്നത് കേൾക്കുക. അതുകൊണ്ടാണ് സാറ് മസാജ് ചെയ്യാൻ കയറാൻ നേരത്തെ ഞാൻ പറഞ്ഞു, സാർ 5 മിനിറ്റ് ഇല്ല, സാർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോകും. സാർ എവിടുന്നാ വന്നിരിക്കുന്നത്, എന്തിനു വേണ്ടി വന്നതാണ്, എല്ലാം പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. നിങ്ങൾ കേൾക്കുന്ന കുറെ കൺഫ്യൂഷൻസ് എനിക്ക് എത്രത്തോളം പറ്റുമോ, ആരൊക്കെ വരുന്നു, അതിൽ നിന്നെല്ലാം നിങ്ങളുടെ ആ മനസ്സിലിരിക്കുന്ന തെറ്റിദ്ധാരണകളൊന്ന് മാറ്റാൻ എന്നെയും കൊണ്ട് എത്രത്തോളം പറ്റുമോ അതെല്ലാം ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് 5 മിനിറ്റ് നിങ്ങൾ കേൾക്കാം. എല്ലാവരും ഫോണൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. മനസ്സിലായാലും ബാക്കി ഞാൻ അതിന് പറയാനെ കുറിച്ച് പറ്റും. അപ്പോൾ സാറ് ഒന്ന് പരിചയപ്പെടും. എൻ്റെ പേര് അജിത് നായർ. വൈദ്യര് പറഞ്ഞ പോലെ ഞാൻ അമേരിക്കയിൽ നിന്ന് ഒരു ക്യാൻസർ സെന്ററിൽ നിന്നാണ് വരുന്നത്. MD ആൻഡേഴ്സൺ ക്യാൻസർ സെന്റർ എന്ന് പറയുന്ന ഒരു വലിയൊരു ഹോസ്പിറ്റലുണ്ട്. ലോകത്ത് വെച്ചിട്ട് നമ്പർ 1 ഹോസ്പിറ്റലാണ് MD ആൻഡേഴ്സൺ ക്യാൻസർ സെന്റർ. അവിടെ സ്ട്രാറ്റജിയില് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഈ ഹോസ്പിറ്റല് അടുത്ത വർഷം എന്ത് ചെയ്യണം, അടുത്ത 5 വർഷം എന്ത് ചെയ്യണം, ഏതൊക്കെ രാജ്യങ്ങളിലാണ് പോകേണ്ടത്, ഏതൊക്കെ പുതിയ മരുന്നുകളിലോട്ടാണ് നമ്മൾ മാറേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ചികിത്സാ രീതികൾ മാറ്റേണ്ടത്, അതേപ്പറ്റിയുള്ള ഒരു ഗവേഷണം പഠനം ആ ഒരു മേഖലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആദ്യമായിട്ട് ഞാൻ വൈദ്യരെ പരിചയപ്പെടുന്നത് ഇന്റർനെറ്റിൽ കൂടെയാണ്. അദ്ദേഹത്തിന്റെ കുറെ വീഡിയോസ്, എത്ര പേര് അദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്? വളരെ കുറച്ച് ആൾക്കാരെ പുള്ളിയുടെ വീഡിയോസ് കണ്ടിട്ടുള്ളൂ. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയും, നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോസ് കാണണം. ആ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ഇങ്ങോട്ട് വരാനുള്ളൊരു ശ്രമം നടത്തുകയും എൻ്റെ വൈഫിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരാനുള്ളൊരു ശ്രമം നടത്തിയത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് കുറെ പേഷ്യൻസുമായിട്ട് സംസാരിക്കാൻ പറ്റി. അതിൽ നിന്നുള്ള ഒരു കണ്ടൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അമേരിക്ക എന്ന് പറയുമ്പോൾ ലോകത്തിലെ നമ്പർ 1 രാഷ്ട്രമാണ്. അതിന് നമുക്ക് യാതൊരു സംശയമില്ലല്ലോ. ആ രാഷ്ട്രത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് MD ആൻഡേഴ്സൺ ക്യാൻസർ സെന്റർ എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന ഗവേഷണമാണ് ക്യാൻസർ മേഖലയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗവേഷണവും ബാക്കി എല്ലാ ലോകങ്ങളിലുള്ള ഹോസ്പിറ്റലും ഫോളോ ചെയ്യുന്നത്. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. എന്റെ ഒരു പ്രഭാഷണമായിട്ട് മാറരുത്, ഇതൊരു ഡയലോഗാണ്. എന്ത് സംശയം ആർക്കുണ്ടെങ്കിലും ചോദിക്കുക. കാരണം എനിക്കും അറിഞ്ഞൂടാത്ത കുറെ കാര്യങ്ങളുണ്ട്. നമുക്കത് വൈദ്യുതി തിരിച്ചു വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അപ്പൊ ഇവിടെ നടക്കുന്ന ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്നത് 3 തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായമാണ്. ഒന്ന് സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയ, ക്യാൻസർ ബാധിച്ച അവയവത്തിനെ മുറിച്ച് മാറ്റുക. 2 കീമോതെറാപ്പി, ബ്ലഡിൽ കൂടെ റേഡിയോ ആക്റ്റീവ് റേഡിയേഷനുള്ള മരുന്ന് ബ്ലഡിൽ കൂടെ കലർത്തി അത് ക്യാൻസർ ബാധിച്ച അവയവങ്ങളിൽ പോയി അതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കീമോതെറാപ്പി. 3 റേഡിയേഷൻ. റേഡിയേഷൻ എന്ന് പറയുന്നത് ഹൈ എനർജി ആയിട്ടുള്ള ഒരു ലൈറ്റ് ബീം ക്യാൻസർ ബാധിച്ച അവയവങ്ങളിൽ പോയിട്ട് അവിടെ ആ ക്യാൻസർ സെല്ലിനെ കൊല്ലുക എന്നുള്ളതാണ് റേഡിയേഷൻ. ഇപ്പോഴത്തെ പുതിയൊരു കണ്ടുപിടുത്തമാണ് ഇഞ്ചക്ഷന് പകരം കീമോതെറാപ്പി ഗുളികയായിട്ട് കൊടുക്കാൻ പറ്റും. ഇതെല്ലാത്തിന്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് ക്യാൻസർ ബാധിച്ച സെൽസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ക്യാൻസർ ബാധിച്ച സെൽസിനെ തെരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് നശിപ്പിക്കുന്നത് ഇന്നും ഒരു യാഥാർത്ഥ്യമല്ല. അങ്ങനെ നശിപ്പിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ ബാക്കിയുള്ള കുറെ ജീവിച്ചിരിക്കുന്ന സെൽസും ചത്തുപോകും. അങ്ങനെ ബാക്കിയുള്ള സെൽസ് പോകുമ്പോൾ ഒരു മനുഷ്യന്റെ ഇമ്മ്യൂണിറ്റി, അതായത് രോഗങ്ങളെ ചെറുത്ത് നിർത്താൻ പറ്റുന്ന ആ ശക്തി
കുറഞ്ഞുകൊണ്ടിരിക്കും. മിക്കവാറും കേസുകളിൽ മരണം സംഭവിക്കുന്നത് അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു കഴിയുമ്പോൾ രോഗി ശോഷിക്കുകയും ബാക്കിയുള്ള നമ്മുടെ രോഗാണുക്കളിൽ നിന്നും ഒരു രക്ഷ നേടാൻ പറ്റാതെ വരികയും ന്യൂമോണിയ, ചെസ്റ്റ് പെയിൻ, അതുപോലെ ലിവർ ഡിസീസസ്, അതുപോലുള്ള രോഗങ്ങൾ, കിഡ്നി ഫെയിലിയർ, അങ്ങനെയുള്ള രോഗങ്ങൾ വന്നിട്ടാണ് രോഗി മരിക്കുന്നത്. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ പോലും സർവൈവൽ റേറ്റ് അവർ കണക്കാക്കും. എത്ര രോഗികൾ 1 വർഷം കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നു, 5 വർഷം കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നു, 10 വർഷം കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നു ഉള്ള കണക്ക് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ഹോസ്പിറ്റല് 60 വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. നമ്മൾ ഇത് മാത്രമല്ല നോക്കുന്നത്, നമുക്ക് വലിയൊരു റിസർച്ച് ഡിവിഷനുണ്ട്. അവര് മരുന്നും അതിനോടൊപ്പം തന്നെ പല വേറെ ചികിത്സാ രീതികളും നോക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ വൈദ്യരെ കണ്ട് പരിചയപ്പെട്ട് ഇവിടെ നടക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കിയപ്പോ രോഗം മാറ്റാനായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള 3 മെത്തേഡ്സ് ഉണ്ടല്ലോ, സർജറി, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, ഇതല്ലാതെ ഒരു ചികിത്സാ രീതിയാണ് ഇദ്ദേഹം ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ പുള്ളി പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ക്ലാസ് കേൾക്കണമെന്ന്. എന്നെ സംബന്ധിച്ച് ഇതൊരു ക്ലാസ് അല്ല, ഇത് ചികിത്സയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ്. മരുന്ന് മാത്രമല്ല ചികിത്സ. ചികിത്സയുടെ ആദ്യത്തെ സ്റ്റെപ്പ് സ്വയം ബോധവൽക്കരിക്കുകയാണ്. ഇന്ന് നമുക്കുള്ള അസുഖം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എത്ര പേർക്ക് അറിയാം അവരവർക്കുള്ള അസുഖം എന്താണെന്നുള്ളത്? അതിന്റെ ഒരു ഡീറ്റെയിൽസ് എത്ര പേർക്ക് അറിയാൻ ഇരിക്കുന്നത്? അറിയില്ല. അപ്പൊ ആദ്യം അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിലുള്ള അസുഖം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വേറെ ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? നമുക്കൊരു ഡോക്ടറിനെ പോയി കണ്ടു കഴിഞ്ഞാൽ ഒരു ഡോക്ടറിന്റെ അടുത്ത് നമുക്ക് എത്ര പറയാൻ പറ്റും? നമുക്ക് എല്ലാ നമ്മുടെ ശരീരത്തിലെ അവസ്ഥയും അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂല. കാരണം ആ അവസ്ഥ നമുക്ക് മാത്രം ഉള്ളതാണ്. അത് നമുക്ക് മാത്രമേ അറിയാവൂ ആ അവസ്ഥ എന്താണെന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ അസുഖം മാറ്റാനുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നടക്കുകയുള്ളൂ. ആ ഒരു സ്റ്റെപ്പ് ഈ ക്ലാസ് കൊണ്ടാണ് തുടങ്ങുന്നത്. നിങ്ങളെ പോലെ തന്നെയാണ് ഞാനും എന്റെ ശരീരത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നില്ല. എന്റെ വൈഫും അവരുടെ ശരീരത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നില്ല. നമ്മൾ ഡോക്ടേഴ്സിന്റെ വാതിലുകൾ തോറും ഇറങ്ങി കയറി നടന്നു ഈ അസുഖം മാറ്റാനായിട്ട്. അവർക്ക് ഡയബറ്റിക്സ് ആണ് അസുഖം, അതുപോലെ അസ്ഥി ഉരുക്കം എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. വലിയ മേജർ ആയിട്ടുള്ള അസുഖമല്ല, പക്ഷെ അതുകൊണ്ട് നമ്മൾ ഓരോ ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ ഓരോ ഡോക്ടറും അവരുടെ അസുഖം മാറ്റാനല്ല ശ്രമിച്ചത്, അവർക്ക് ഓരോ പുതിയ മരുന്നുകൾ കൊടുക്കാനാണ് ശ്രമിച്ചത്. എന്നിട്ട് ആ മരുന്ന് എങ്ങനെ ശരീരത്തിൽ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു 2 സെക്കൻഡ് കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ 2 സെക്കൻഡ് ഈ ഡോക്ടർ കേട്ടു എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിന് കാര്യമായിട്ടൊന്നും പിടികിട്ടുന്നില്ല. അപ്പൊ ഒന്നുകിൽ ഡോക്ടർ നമ്മുടെ അവസ്ഥ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നു എന്നുള്ള മനസ്സിലാവണ്ടേ. ഇപ്പൊ തൈര്, പാലെടുത്ത് ഒഴിച്ച് തൈരാക്കാൻ വയ്ക്കുന്നു. നമ്മൾ അടുക്കളയില് ഒരു സ്ഥലത്ത് വയ്ക്കുകയാണ്, ഒരു ചൂട് കൂടിയ സ്ഥലത്ത് കൊണ്ട് പാല് ഒഴിച്ച് തൈരാക്കാൻ വയ്ക്കുന്നു. അത് ഒരു 8 മണിക്കൂർ 12 മണിക്കൂർ കൊണ്ട് തൈരാകും. അത് നമ്മൾ ഒഴിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് തൈരാവുമോ? തൈരാവൂല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രിഡ്ജിൽ തന്നെ അത് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും തൈരാവൂല. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയകൾ എന്താണെന്നും നമുക്ക് രോഗം എങ്ങനെയാണ് വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ആ രോഗത്തിനെ മാറ്റാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രം മാറുന്നില്ല. മരുന്ന് കഴിക്കുന്നത് ഒരു ചെറിയൊരു സ്റ്റെപ്പ് മാത്രമാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമുക്കിത് സംഭവിക്കുന്നത്. അത് എന്തുകൊണ്ട് എന്നുള്ളൊരു നല്ലൊരു ഗ്രാഹ്യം ഉണ്ടെങ്കിൽ ആ എന്തുകൊണ്ട് എന്നുള്ളതിനെ മാറ്റാൻ പറ്റും. അത് മാറ്റിയാൽ നമ്മുടെ രോഗം കുറെ മാറി. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഞാൻ മാത്രം ചുമ്മാ ഇങ്ങനെ പറയുന്നുള്ള ആരും ഒന്നും ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയും റിസർച്ചും ഗവേഷണവും എല്ലാം അമേരിക്കയിൽ നടന്നിട്ടും 4 പേരിൽ ഒരാൾക്ക് അവിടെ ഇന്ന് ക്യാൻസർ ആണ്. ആണുങ്ങൾക്ക്, പെൺകുട്ടികൾക്ക് 3-1. അപ്പൊ ഈ ഗവേഷണവും ശാസ്ത്രവും ഒക്കെ പുരോഗമിച്ചോ കീഴോട്ട് പോയോ? ഇവിടെ ഇത്ര കോടികൾ മുടക്കി. ഇവരുടെ ആശുപത്രിയിൽ മിനിമം 3500 മേളിലുള്ള ആൾക്കാർ സ്റ്റാഫുള്ള ആശുപത്രിയായത്. 20,000 പേരോ ആൾക്കാർ ജോലി ചെയ്യുന്ന ഇത്രയും വലിയ ആശുപത്രിക്കാർക്ക് ഇത്രയും വിചാരിച്ചിട്ട് ഇന്നും ഒന്നും നടക്കത്തില്ല. അതിന് പകരം ഇതിനകത്തൂടെ വല്ലതും നടക്കാൻ പറ്റുമോ? ഇതിന്റെ ഒരു ഗവേഷണം നടത്താൻ കൂടിയാണ് സാർ വന്നിരിക്കണേ.
മനസ്സിലായെന്നൊക്കെ പറഞ്ഞേ. എന്നാ ഇതിനെ കൂടെ എങ്കിലും പോകാൻ പറ്റുമോ? എന്റെ തെറ്റോ? അതെ. അപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ കണ്ടത് വൈദ്യരുടെ ആദ്യത്തെ മരുന്ന് എന്ന് പറയുന്നത് ഈ ക്ലാസ്. അതിൽ നിങ്ങളിൽ കുറെ പേർക്ക് മനസ്സിലാകും, കുറെ പേർക്ക് ഒന്നും മനസ്സിലാവില്ല. മനസ്സിലായ ആൾക്കാര് അവർക്ക് ഉറച്ചൊരു വിശ്വാസം ഉണ്ടാകും. നമ്മുടെ അസുഖം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ആ അസുഖം മാറ്റാൻ നമുക്ക് മാത്രമേ കഴിയുള്ളൂ. മരുന്ന് നമ്മുടെ ശരീരത്തിനെ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ മനസ്സിലാക്കിയതാണ് ആദ്യത്തെ മരുന്ന്. രണ്ടാമത്തെ മരുന്നാണ് ഇദ്ദേഹം പറയുന്ന ത്രിദോഷ കിറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഫുഡും ബാക്കിയുള്ളതല്ല. അപ്പൊ അത് നമ്മൾ ആ രീതിയിൽ നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ നമ്മുടെ അസുഖം മാറുകയും ഞാൻ കണ്ട കാഴ്ച ക്യാൻസർ മാറുകയും എണീറ്റ് നടക്കാൻ പറ്റാത്ത ആൾക്കാർ എണീറ്റ് നടക്കുകയും 3 മാസം മാത്രം ജീവിച്ചിരിക്കുമെന്ന് ഡോക്ടർമാര് പറഞ്ഞു വിട്ടിട്ടുള്ള ആൾക്കാരെ നമ്മളും അങ്ങനെ അതേപോലെ തന്നെയാണ് ആൾക്കാരെ പറഞ്ഞു വിടുന്നത്. ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇനി പുതിയ മരുന്നില്ല അവർക്ക് കൊടുക്കാനായിട്ട്. അവര് നമ്മൾ പുതിയ റിസർച്ചിലോട്ട് ഇടും. റിസർച്ചിൽ ഇട്ടാലും അതിനകത്തൊരു ഗുണമുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്നാലും നമ്മൾ ട്രൈ ചെയ്യും, നമ്മൾ അങ്ങറ്റം ട്രൈ ചെയ്യും. പക്ഷെ അവസാനം നമ്മൾ പറയും ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ പറഞ്ഞാണ് അവരെ വീട്ടിലോട്ട് വിടുന്നത്. പക്ഷെ ഈ പ്രോസസ്സിൽ കിട്ടിയ നമ്മുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതിനെക്കാട്ടിയും കൂടുതൽ സക്സസ് റേറ്റ് ആണ് ഞാൻ വൈദ്യരുടെ ഈ പേഷ്യൻസിന്റെ സമൂഹത്തിൽ നിന്നും ഞാൻ കണ്ടത്. അതിൽ പലതും വൈദ്യര് തന്നെ പറഞ്ഞു ഇത് ക്യാൻസർ അല്ല. ഇടയ്ക്ക് ഞാൻ വൈദ്യര് പറയുന്ന ഒരു കേസ് ഞാൻ കേൾക്കുമായിരുന്നു. അവരുടെ ബ്ലഡ് കൗണ്ടും മറ്റതെല്ലാം പറഞ്ഞിട്ട് വൈദ്യർ അവരെ വിളിച്ചു പറഞ്ഞു ഇത് നിങ്ങൾക്ക് ക്യാൻസർ ഒന്നും അല്ല, ഇത് അനീമിയാണ്. രക്തത്തിൽ ആവശ്യത്തിനുള്ള പോഷകം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യണം. അപ്പൊ നമുക്ക് ക്യാൻസർ എന്ന് പറഞ്ഞ് നമുക്കൊരു തലക്കുറി, ഒരു വിധി എഴുതി നമ്മുടെ കയ്യിൽ ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ക്യാൻസർ ആണോ അല്ലേന്ന് പോലും നമുക്കറിയില്ല. ഇത് ഇവിടെ മാത്രം നടക്കുന്നതല്ല, ലോകം മൊത്തം നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഇന്നത്തെ അലോപ്പതി ബിസിനസ്സിൽ ഏറ്റവും എളുപ്പം ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്നതും വളരാൻ പറ്റുന്ന ഒരു ബിസിനസ് മേഖലയാണ്. കാരണം ഒത്തിരി ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഒരു രോഗിയെ നമുക്ക് ക്യാൻസർ എന്ന് പറഞ്ഞ് പേര് കൊടുത്ത് വിടാൻ പറ്റുന്നതാണ്. ഇതിന് പാത്തോളജി, നമ്മുടെ സെല്ല് പഠിച്ചിട്ട് ഒരു റിസൾട്ടാണ് നമുക്ക് തരേണ്ടത്. പല സ്ഥലത്തും ഇത് അതുപോലെ നടക്കുന്നില്ല. ഇത് വലിയ ലാബുകളിലാണ് നടക്കുന്നത്. എത്രയോ കേസുകൾ മിസ് ഡയഗ്നോസ് ചെയ്ത് അവരുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് അവരുടെ ലങ്സ് റിമൂവ് ചെയ്ത് അവർക്ക് കീമോതെറാപ്പി കൊടുത്തിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറയുന്ന അവർക്ക് ക്യാൻസർ ഇല്ല. എന്നിട്ട് അവർ കോടതിയിൽ പോയി വഴക്കുണ്ടാക്കി തിരിച്ച് നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ക്യാൻസർ എന്ന് പറയുന്നത് വൈദ്യരുടെ ഭാഷയിൽ ഒരു രോഗം പോലും ആണെന്ന് വൈദ്യർ പറയുന്നില്ല. അപ്പൊ ഇതൊന്നും കേട്ട് നമ്മൾ വേറൊരു വ്യക്തി, വേറൊരു ഡോക്ടർ, അയാൾ എന്തൊക്കെ പഠിച്ചാലും അത് അയാൾ ലേബല് നമുക്ക് കൊടുക്കുന്നത് നമ്മൾ അത് കേട്ട് അതിന്റെ പുറകിൽ പോകണമെന്നില്ല. നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ഒന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ശരീരം എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ഒന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ അസുഖങ്ങളെല്ലാം ചെറുത്ത് നിർത്താനുള്ള ഒരു കഴിവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളത്. അത് വൈദ്യര് അതിനെക്കാട്ടി ഞാൻ പറയുന്നതിനെക്കാട്ടി വളരെ ഭംഗിയായിട്ട് ഞാൻ പറയും. ഇതുണ്ടോ? ഒന്ന് ഓഫ് ചെയ്തിട്ട്